ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കുറെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. നമുക്കറിയാം നവീൻ ബാബുവിന്റെ കേസ് അത് CBIക്ക് വിടുകയാണ് സർക്കാർ. സർക്കാരിന്റെ പൊതുവായ തീരുമാനമാണെങ്കിലും ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് അതിന്റെ കുറച്ചുകൂടെ ഉത്തരവാദിത്തം കൂടുതലുണ്ട്. അതുപോലെ പല കേസുകളും റീഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില കേസുകൾ CBIക്ക് തന്നെ വിടേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഈ നവീൻ ബാബുവിന് നീതി കിട്ടണം എന്നുള്ള കാര്യം പോലും നമുക്കറിയാം. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വളരെയധികം കോൺട്രവേഴ്സികൾ ഉണ്ടായിട്ടുള്ളതാണ്. അതുപോലെ ഒരുപാട് കേസുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഇതിലെല്ലാം ഒരു കൃത്യമായ നടപടി ഉണ്ടാകേണ്ടതല്ലേ? അത് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? നമുക്ക് ആദ്യം കാര്യം മുതൽ തുടങ്ങാം. നവീൻ ബാബു ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്ന കാര്യം, വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കുറിച്ച് ഓർക്കുന്നുണ്ടോ? ഈ ഇടയ്ക്ക് വളരെ റീസെന്റ് ആയിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ വിധവ ലീല ചേച്ചിയുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ കാണാനുണ്ടായി. 16 വയസ്സിൽ കല്യാണം കഴിഞ്ഞ അദ്ദേഹം, ആ സമയത്ത് ശ്രീ രാമകൃഷ്ണന് 19 വയസ്സിൽ, പണ്ടൊക്കെ അങ്ങനെയാണല്ലോ. 5-6 വർഷങ്ങൾ കഴിഞ്ഞതോടനെ അവർ വിധവയാണ്. കൂടം കൊണ്ട് തലയ്ക്ക് അടിച്ചടിച്ചാണ് കൊന്നത്. നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും വീണ സ്വന്തം പുത്രിയെ രക്ഷിക്കാൻ വേണ്ടി ജനങ്ങളെ റോഡിലേക്ക് ഇറക്കി കൊല്ല ചെയ്യുന്ന മഹത് വ്യക്തിയായ ക്യാപ്റ്റൻ അതിലൊരു പ്രതിയാണ്. പക്ഷേ ആരും കോടതിയിൽ വന്നിട്ട് സാക്ഷി പറഞ്ഞില്ല. പേടിച്ചിട്ട് കൂടം കൊണ്ട് നടു റോഡിലിട്ട് തലക്കടിച്ച് കൊന്നിട്ട് ജനങ്ങളാരും വന്ന് എന്താ പറഞ്ഞ സാക്ഷി പറയാനില്ലാത്ത കാരണം കൊണ്ട് ആ കേസ് വിട്ടുപോവുകയാണ് ചെയ്തത്. ആത്മാഭിമാനത്തോടെ അല്ലെങ്കിൽ ഒരു ഹർഷിതവർദ്ധനായി അങ്ങനെ പറയാറുണ്ട്, വാടിക്കൽ രാമകൃഷ്ണൻ കേസിൽ എന്നെ വെറുതെ വിട്ടുന്ന്. വെറുതെ വിടിയിപ്പിച്ചു എന്ന് വേണം പറയാനായിട്ട്. നോക്കൂ, ആ കേസ് മുതൽ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളും അല്ലെങ്കിൽ ശ്രീ നവീൻ ബാബുവിനെ കുറിച്ചും അതും ഒരു കൊലപാതകം തന്നെയാണ്. ആത്മഹത്യ ആണെങ്കിൽ പോലും എന്തുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കണ്ടേ? അങ്ങനെയുള്ള എല്ലാ കേസുകളും എടുത്ത് അന്വേഷിക്കണമെന്നാണ് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ശ്രീ രമേശ് ചെന്നിത്തലയോട് ഒരു ഇവിടുത്തെ വോട്ടർ അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, കേരളത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. നോക്കൂ രമേശ് ജി, ധാരാളം കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ആന്തൂർ സാജനെ എന്താ മറന്നുപോയോ? ശ്യാമള എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ധാർഷ്ട്യത്തിന് മുന്നിൽ ഒരു ഗതിയില്ലാണ്ട് ഇനി മരണമേ മുന്നിലുള്ളൂ എന്ന് വിചാരിച്ച് 15 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തതാണ് ഇവിടെ ധാരാളം പേർക്ക് ജോലി കിട്ടാൻ വേണ്ടി. ഈ CPM സർക്കാർ പറയേണ്ടായി, ഞങ്ങൾ എല്ലാവർക്കും ജോലി എടുക്കും, ഇവിടെ ഏറ്റവും ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബിസിനസ് സൗഹാർദ്ദ സംസ്ഥാനം കേരളമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്താണ് ദൈവത്തിനറിയാം. ഈസ് ഓഫ് ഗോയിങ് ടു ഹെവൻ എന്നും കൂടെ പറയാൻ വേണമെങ്കിൽ. എനിവേ, അത് മുതലെടുക്കട്ടേന്നേ. ഇപ്പോൾ എന്തിനാണ് നവീൻ ബാബുജിയുടെ കാര്യം മാത്രം പറയുന്നത്? അദ്ദേഹത്തിന് ഞാൻ റീസെൻ്റ്ലി ഞാൻ ഗൂഗിൾ ചെയ്ത് ഇങ്ങനെ നോക്കുമായിരുന്നു, ഇതിലൊരു എഴുതണമെന്ന് വിചാരിച്ച് ഇതിനെക്കുറിച്ച്. അപ്പം ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ PP ദിവ്യ എന്ന് പറയുന്ന ധാർഷ്ട്യത്തിൻ്റെ മുഖപടം അണിഞ്ഞൊരു നേതാവാണോ എന്ന് എനിക്കറിയില്ല. അവരൊക്കെ ഇങ്ങനെ നേതാവെന്ന് പറയാവുന്ന പോലെ എനിക്കറിയില്ല. അവരിരുന്നിങ്ങനെ പറയാൻ, ഇങ്ങനെ ആർമാദിച്ച് അദ്ദേഹത്തിൻ്റെ തല ഇങ്ങനെ ആവുകയാണ്. നവീൻ ബാബുവിൻ്റെ തല ഇങ്ങനെ. അവസാനം പറയാണ്, നിങ്ങളിനി പോകാൻ പോകുന്ന സ്ഥലത്ത് ഇങ്ങനെ ചെയ്യാതിരിക്കട്ടെ, നിങ്ങൾക്ക് തരുന്ന മെമൻറ്റോ നിങ്ങൾ ഏറ്റുവാങ്ങുന്നത് കാണാനുള്ള ഒരു ഇതെനിക്കില്ല, മാനസികാവസ്ഥ എനിക്കില്ല. എന്തൊക്കെയാണ് ആ സ്ത്രീ വിളിച്ചു പറഞ്ഞത്? ഏറ്റവും നല്ല ഉദ്യോഗസ്ഥനെന്ന് അദ്ദേഹം വർക്ക് ചെയ്ത എല്ലാ ഡിപ്പാർട്ട്മെന്റിലും സർട്ടിഫിക്കറ്റ് മേടിച്ചൊരു വ്യക്തിയാണ്. CPM കുടുംബത്തിലെ അംഗമാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു പഞ്ചായത്ത് മെമ്പറായിരുന്നു വർഷങ്ങളോളം. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് PP ദിവ്യ എന്ന് പറഞ്ഞ സ്ത്രീ. സ്വന്തം കാര്യ താല്പര്യത്തിന് വേണ്ടി അവർക്ക് ഒരു പെട്രോൾ പമ്പ് കിട്ടണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ കള്ളക്കഥ ഉണ്ടാക്കി. നമ്മൾ അതിൻ്റെ മെറിറ്റിലേക്ക് പോകണ്ട, അത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണ്. പക്ഷേ അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടും ഇവരെന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? പത്തനംതിട്ടയിൽ ആണ് വീട് അദ്ദേഹത്തിൻ്റെ. അവിടെയുള്ള CPMകാർ മുഴുവൻ വന്നുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല, നവീനെ പോലെ ഇത്രയും നല്ല ഉദ്യോഗസ്ഥനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ CBI അന്വേഷണത്തിന് പോകുന്നു എന്ന് കണ്ടപ്പോൾ അവർ തന്നെ അതിൽ കയറി ഉടക്കി. ആ സമയത്ത് പിണറായിയാണ് ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും. ഇപ്പോൾ ഇത് CBI അന്വേഷണത്തിന് വിടണം എന്ന് ഒരു നിശ്ചയമുണ്ടായപ്പോൾ, മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ, നമ്മുടെ രാകേഷ് ഉണ്ടല്ലോ, കെ രാകേഷ്, കണ്ണൂർ ജില്ലാ സെക്രട്ടറി, അദ്ദേഹം പറയാണ്, സ്വന്തം പോലീസിനെ കൊണ്ട് നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണോ മോഡിയുടെ പോലീസിനെ കൊണ്ടുവരുന്നത്? എന്തൊക്കെയാണ് ഇയാൾ പറയുന്നത്? സ്വന്തം പോലീസ് എന്ന് പറയാനേ അങ്ങനെ ആർക്കും സ്വന്തമില്ല. സ്വന്തമായി വെച്ചിരുന്നത് CPMകാരാണെന്ന് തന്നെ പറയണം. പോലീസിനെ സ്വന്തമായിട്ട് ഞങ്ങളുടെ കാര്യം എന്ന് മാത്രം പറഞ്ഞു വച്ചിരുന്നത് CPMകാരാണ്. അങ്ങനെയല്ല. പക്ഷേ ഇവിടെ നീതി കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഇവിടുത്തെ പോലീസിനെ കുറിച്ച് ഞാൻ മോശമായി പറയുന്നതേ അല്ല. സെൻട്രൽ ബ്യൂറോ വരുന്നതിന് അതിൻ്റെതായ മെറിറ്റ് ഉണ്ട്.
അവർക്ക് ആരുടെയും മുഖം നോക്കേണ്ട ആവശ്യമില്ല. ഇനി 5 കൊല്ലം കഴിഞ്ഞിട്ട് ആര് ഭരണത്തിലേക്ക് വരുന്നൊരു ചിന്തയുടെയും ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് അവര് വരട്ടെ. ഇവർക്ക് പേടിക്കാനൊന്നുമില്ല, രാകേഷിന് പേടിക്കാനൊന്നുമില്ല, ദിവ്യക്ക് പേടിക്കാനൊന്നുമില്ല. പിന്നെ എന്തിനാ പേടിക്കുന്നേ? വന്ന് ക്ലിയർ ചെയ്ത് പോട്ടെ. ജനമനസ്സിലുള്ള ഒരു സംശയം മാറി കിട്ടുമല്ലോ. അങ്ങനെ വിചാരിച്ചാ പോരെ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു വന്നത് ശ്യാമള ചേച്ചിയുടെ കേസ് എടുക്കണം, ദിവ്യ കുഞ്ഞിന്റെ കേസ് ഒന്ന് പുനരന്വേഷിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നല്ലൊരു കാര്യം, തുളസി എന്ന് പറയുന്ന ഒരു പുതിയ മിനിസ്റ്റർ വന്നിട്ടുണ്ടല്ലോ, ആദിവാസികളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന, ക്ഷേമ വകുപ്പിന്റെ കാര്യം നോക്കുന്ന. അവര് പറഞ്ഞിട്ടുണ്ട് മധുവിന്റെ ആൾക്കൂട്ട കൊലപാതകം. ഒന്ന് ആലോചിച്ചു, വിശന്ന് പരവശം കെട്ട് ഒരു എന്തോ ബ്രെഡിന്റെ കഷ്ണം എടുത്തതിനാണ് ഒരാളെ കൊല്ലാൻ മാത്രമുണ്ടോ? വിധി വന്ന് കുറച്ചു പേർക്കൊക്കെ ഉണ്ട്. പക്ഷെ 1-ാം പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നു. 1-ാം പ്രതിയെ വെറുതെ വിടുവോ? 1-ാം പ്രതി ആകുമ്പോൾ തന്നെ അതിൽ അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ എന്താണ് കൈ കൊണ്ട് അല്ലെ എന്തെങ്കിലും കാര്യത്തിൽ അദ്ദേഹം അതിന് മുമ്പോട്ട് കൊണ്ടുപോവുകയോ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. 1-ാം പ്രതിയെ വെറുതെ വിട്ടതിനെതിരെ ഈ വകുപ്പ് തന്നെ സുപ്രീം കോടതിയിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചിരുന്നു. പിണറായി ഇരിക്കുന്ന സമയത്ത് അതിൽ യാതൊരു ഇതുകൊണ്ടല്ല ഒന്നൊരു കേസ് ഒന്നും അത്ര തന്നെ. ആദിവാസികൾ തവണ ആ അമ്മയെയും ഒക്കെ ഭീഷണിപ്പെടുത്തി ഇതിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടത്തി. വക്കീലന്മാർ, അതായത് അഭിഭാഷകർ, പബ്ലിക് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ ആരും വരാത്തൊരു സാഹചര്യത്തിലേക്കൊക്കെ കൊണ്ടുപോയി. അതെ, അതാ ഞാൻ പറയുന്നത്. പിണറായി എന്ന് പറഞ്ഞൊരു സഖാവേ അല്ല. അദ്ദേഹത്തിന് മുഷ്ടി ചുരുട്ടി വിളിക്കാനായിട്ട് അദ്ദേഹം മറന്നുപോയി. കോൺഗ്രസ്സുകാരുടെ ചിഹ്നം ഉണ്ടല്ലോ, കൈപ്പത്തി. ഞാൻ പല പോസ്റ്ററിലും കണ്ടിങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്താ തമ്മിൽ വ്യത്യാസം? ഇവരും ഇങ്ങനെ നിൽക്കുന്നു, കോൺഗ്രസ്സുകാരും ഇങ്ങനെ നിൽക്കുന്നു. അനുഗ്രഹിക്കുന്നു പിണറായി. ഞാൻ ക്യാപ്റ്റൻ, ഞാൻ കാരണഭൂതൻ, ഞാൻ ചക്രവർത്തി, മഹാമഹൻ, ഞാൻ നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കുന്നു പ്രജകളെ, നിങ്ങൾ എൻ്റെ മുമ്പിൽ വന്ന് കുമ്പിടൂ. ഇങ്ങനെ നിൽക്കാനുള്ള ആർജവം പോലും, അല്ലെങ്കിൽ എന്തിനാന്നുള്ളൊരു ധാർഷ്ട്യമാണ് അദ്ദേഹത്തിന്. അതവിടെ നിൽക്കട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ രഞ്ജിത്ത് ശ്രീനിവാസിൻ്റെ അതൊരിക്കലും നമുക്ക് മറക്കാം. എന്ത് ചെയ്തിട്ടാണ് അദ്ദേഹം അന്ന് എറണാകുളത്ത് ഒരു മീറ്റിംഗ്, OBC മോർച്ചയുടെ സംസ്ഥാന ചുമതലയുള്ള വ്യക്തിയായിരുന്നു. എറണാകുളത്ത് വരാനിരിക്കുമ്പോഴാണ് രാവിലെ വീട്ടിൽ വന്ന് എഴുന്നേൽപ്പിച്ച് കൂടം കൊണ്ട് തന്നെയാണ് തലക്കടിച്ച് കൊന്നും. ഭാര്യയുടെയും അമ്മയുടെയും മകളുടെയും മുമ്പിൽ വെച്ചാണ്. ഭാര്യ എൻ്റെ അമ്മയുടെ ക്ലോസ് ഫ്രണ്ടാണ്. ചേച്ചി എന്നോട് പറയായിരുന്നു, അവർ തടസ്സം പിടിക്കാൻ പോയപ്പോൾ അവരെ ചവിട്ടി നിലത്തിട്ടൊരു കസേര, 4 കാലായിട്ടുള്ള കസേര മുകളിലേക്ക് വെച്ചതിന് മുകളിൽ കയറുന്ന പിന്നെ നമുക്ക് അനങ്ങാൻ പറ്റില്ല, കൊല്ലുന്നത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ മോള് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ ചെന്നത്. കാരണം ഞാനും വളരെ ഷോക്ക്ഡ്. ഞാനും ആ സമയത്ത് മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി. ഞങ്ങൾ ഒരേ പോലത്തെ ചുമതലയിൽ വിവിധ മോർച്ചകൾ ഇരിക്കുന്നേ ഉള്ളൂ. എന്താണ് മോള്, കുഞ്ഞുമോള് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ശ്രീകൃഷ്ണൻ്റെ ഒരു ബിംബമുണ്ട്, അതിങ്ങനെ പൊക്കി നോക്കും, തിരിച്ചു വരും. കുറച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചി എന്താ ഇതെന്ന് ചോദിച്ചു. അപ്പം ചേച്ചിനോട് പറയായിരുന്നു, അച്ഛനെവിടെ, അച്ഛനെപ്പോൾ വരുന്നു കരച്ച അവിടെ മുമ്പിലിട്ടല്ലേ കൊന്നത്. അപ്പോൾ ഞാൻ അമ്പാട്ടിയുടെ അടുത്തേക്ക് പോയി, അമ്പാട്ടി കൊണ്ടുപോയതാണ്, അമ്പാട്ടിക്ക് അറിയുള്ളൂ ഇനി എപ്പോൾ വരുന്നു. അപ്പോൾ ഞാനൊരു എഴുത്ത് എഴുതി വെച്ചാലോ, മോളൊരു എഴുത്ത് എഴുതി വെക്കും, അമ്പാട്ടി എന്ന അച്ഛനെ തിരിച്ചു തരുന്ന മോളൊരു എഴുത്ത് എഴുതി വെക്കുന്നു. അപ്പോൾ അവളൊരു എഴുത്ത് എഴുതി വെച്ചു, അച്ഛൻ ഇന്ന് തിരിച്ചു വരും, അമ്പാട്ടി അച്ഛനെ എന്ന് തിരിച്ചയക്കുന്നൊക്കെ പറഞ്ഞ്. ഇവരെന്ത് ചെയ്ത് അതിർത്ത് മാറ്റി വെച്ചു, അമ്പാട്ടി കൊണ്ടുപോയി. അതാണ് ആ കുട്ടി ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നത്. അമ്പാട്ടിയുടെ നിന്ന് മറുപടി വന്നു, എഴുത്ത് കൊണ്ടുപോയല്ലോ. അപ്പം മറുപടി വന്നു. അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ ആ കുടുംബത്തിനെ മുഴുവനും ആക്കിയിട്ടൊരു കൊലപാതകം. അത് ആര് ചെയ്തു എന്ന് നമുക്ക് പ്രശ്നമില്ല. എല്ലാ കൊലപാതകങ്ങളും, രാഷ്ട്രീയ കൊലപാതകമാവട്ടെ അല്ലെങ്കിൽ മനുഷ്യരുടെ മനസ്സിൽ ഒരു സംശയചിഹ്നമായിട്ട് നിൽക്കുന്ന വേർഡിക്സുകൾ വന്നിട്ടുള്ള കൊലപാതകങ്ങളുണ്ടാവും, വെറുതെ വിട്ടുപോയ കൊലപാതകങ്ങളുണ്ടാവും. അതൊക്കെ തന്നെ അന്വേഷിക്കണം. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ അഭിമന്യുക്കുട്ടൻ്റെ കേസും കൂടെ അന്വേഷിക്കണം. കാരണം പച്ച സ്വെറ്ററിട്ട്, ഞാൻ എപ്പോഴും പറയുന്നതാണ്, സ്വന്തം മകൻ്റെ മൃതശരീരത്തിന് വീണ് ഞാൻ നൊന്തു പെറ്റ പൊന്നു മകനെ എന്ന് പറഞ്ഞ് കരയുന്ന ആ അമ്മയ്ക്ക് നീതി കിട്ടിയോ? ഒരിക്കലും. മഹാരാജാസ് കോളേജിൽ എഴുതി വെച്ചിട്ടുണ്ട്, പ്രജൊന്ന് പോയി നോക്കണം. ശവകുടീരങ്ങൾ കരയാറില്ല, കരയാൻ ഞങ്ങൾ സമ്മതിക്കാറില്ല. ശവകുടീരത്തിൽ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഭിമന്യു. നിങ്ങളതിനൊരു ശരിക്കുള്ളൊരു നീതി കൊടുക്കൂ. അതല്ലേ നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഇബ്രാഹിം ഹാജി എന്ന് പറഞ്ഞ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിൽ രൂപ നിക്ഷേപിച്ചിട്ട് തിരിച്ചു കിട്ടാത്തത് കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അതും അന്വേഷിക്കണം. ശരിയല്ല? എന്താണ് ഈ സഹകരണ സംഘങ്ങളിൽ, സഹകരണ ബാങ്കുകളിൽ നടക്കുന്നത് എന്ന് അന്വേഷിക്കണം. അദ്ദേഹം പോയി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെങ്കിലും ആ രൂപ തിരിച്ചു കൊടുക്കണം. ഇങ്ങനെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ മാത്രമല്ല, ജനങ്ങൾ മനസ്സ് മടുത്ത് ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. CC മുകുന്ദൻ എന്ന് പറഞ്ഞിട്ട് ഒരു MLA ഉണ്ടായിരുന്നു.
അദ്ദേഹത്തിൻ്റെ PA ആയിട്ട്, സുനിൽകുമാറിൻ്റെ PA ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം MLA ആയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ PA ആയിട്ട് പാർട്ടി നിയോഗിച്ച, പാർട്ടി തന്നെ വച്ചു കൊടുത്തതാണ്. അദ്ദേഹത്തിൻ്റെ പേര് മസൂദ് K. വിനോദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മനസ്സിലാക്കുന്നത്. 84,000 രൂപ സ്വന്തം, അതായത് നേതാവ് മുകുന്ദൻ്റെ കള്ളൊപ്പിട്ടെടുത്ത് ബാങ്കിൽ നിന്നും മാറ്റിയെടുത്തു. അതിനെതിരെ കേസ് കൊടുത്തു. പക്ഷേ കേസ് ഒന്നുമായിട്ടില്ല. തിരുവനന്തപുരത്താണ് കേസ് കൊടുത്തത്. ഇപ്പോൾ അവരുടെ നേറ്റീവ് പ്ലേസ് തൃശ്ശൂരിൽ അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ആ കേസ് കൂടി എടുക്കണം. കാരണം ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ 84,000 രൂപ MLA ആയിക്കോട്ടെ, അതൊരു ചെറിയ തുകയില്ല. ഈ മഹത് വ്യക്തി തന്നെയാണ് സുനിൽകുമാറിൻ്റെ PA ആയിരുന്ന, പാർട്ടി അപ്പോയിൻമെൻറ്റിലാണ് CC മുകുന്ദൻ MLA ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ PA ആയിട്ട് വരുന്നത്. ഇങ്ങനെയുള്ള കേസുകളും കൂടെ ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ പൊക്കിയെടുക്കണം. ഓരോ ആത്മഹത്യയൊന്നും ചെയ്തില്ല, പക്ഷേ നമ്മളുടെ സ്വത്തിനും നമ്മളുടെ ജീവനും ഈ കൊച്ചു കേരളത്തിൽ സംരക്ഷണമുണ്ട്. സംരക്ഷിക്കാൻ ശക്തിയുള്ള മന്ത്രി വന്നിരിക്കുന്നു എന്നൊരു തോന്നൽ ജനങ്ങൾക്ക് ഉണ്ടാക്കാൻ ശ്രീ രമേശ് ചെന്നിത്തല പ്രതിജ്ഞാബദ്ധനാണ് എന്ന് നമുക്ക് ഈ അവസരത്തിൽ പറയാം.